ദൈവനാമം മഹത്വപ്പെടട്ടെ. അനശ്വരനായ ദൈവത്തിൻ്റെ മുൻപാകെ ഒരു പ്രാവശ്യം കൂടി തിരുവെഴുത്തുമായി ആയിരിക്കാൻ എന്ന് തിരഞ്ഞെടുത്ത സർവകൃപാലുവായ ദൈവത്തെ ഞാൻ പ്രണമിക്കുന്നു. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ദൈവം? ഇന്ന് ഭൂമിയിൽ 800 കോടിയോളം ജനങ്ങൾ ഉള്ളതിൽ 100 കോടിയോളം ജനങ്ങളുടെ ചോദ്യമാണ്, ദൈവം ഉണ്ടോ? കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ യുക്തിവാദത്തിൽ വിശ്വസിക്കും, നിരീശ്വരവാദികളായി മാറും. എന്നാൽ ബാക്കി 700 കോടി ജനവും പറയുന്നു ദൈവം ഉണ്ട് എന്ന്. ദൈവം ഉണ്ട്. ഈ കാണുന്ന ചരാചര നിവൃത്തമായിരിക്കുന്ന പ്രപഞ്ചത്തിന് ജന്മം കൊടുത്തൊരു ദൈവം ഉണ്ട്. ആ ദൈവത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന നാമം എലോഹീം. 2 യഹ്വേ, 3 യഹോവ, 4 മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ട ദൈവത്തിന് നൽകിയിരിക്കുന്ന നാമം കർത്താവായ യേശു ക്രിസ്തു. ഈ കാണുന്ന പ്രപഞ്ചം യാദൃച്ഛികമായി ഉണ്ടായത് അല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് ഉണ്ട്. ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ളതായ അകലം 9,30,30,31,000 മൈൽ, അല്ലെങ്കിൽ 15 കോടിയോളം കിലോമീറ്റർ. അടുത്ത് നിന്നിരുന്നുവെങ്കിൽ ഭൂമണ്ഡലം കത്തി ജ്വലിക്കുന്നൊരു ഗോളമായി തീരുമായിരുന്നു. എന്നാൽ അകന്നു പോയിരുന്നുവെങ്കിൽ ഈ ഭൂമണ്ഡലം മഞ്ഞുമലയായി മാറുമായിരുന്നു. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ളതായ അകലം 3,82,164 കിലോമീറ്റർ. അടുത്തു വന്നിരുന്നുവെങ്കിൽ ഭൂമിയിൽ 2 പ്രാവശ്യം വേലിയേറ്റവും വേലിയിറക്കവും ഡെയിലി ഉണ്ടായി ഭൂമണ്ഡലം വെള്ളത്താൽ മൂടപ്പെടുമായിരുന്നു. അകന്നു പോയിരുന്നെങ്കിലോ ചന്ദ്രനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ലഭിക്കത്തില്ലായിരുന്നു. 23.5 ഡിഗ്രി ചരിവിൽ ഭൂമി ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. ഇത് നിവർന്നു പോയാൽ ഭൂമണ്ഡലം കത്തിക്കരിഞ്ഞു പോകും. കമിഴ്ന്നു പോയാൽ മഞ്ഞുമലയായി തീരും. ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന പടലത്തിൻ്റെ കനം കുറഞ്ഞു പോയാൽ ചിന്ന ഉൽക്കകളുടെ ഇടിയാൽ, കൊള്ളിമീനുകളുടെ ഇടിയാൽ ഭൂമണ്ഡലത്തിൽ എപ്പോഴും തീ ജ്വലിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. എന്നാൽ ഭൂമിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഭൂമിയുടെ വട്ടം കറങ്ങൽ മണിക്കൂറിൽ 1600 കിലോമീറ്ററാണ്. അത് കൂടിയാലും കുറഞ്ഞാലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രാത്രിയും പകലും നമുക്ക് ലഭിക്കത്തില്ല. സൂര്യന് ചുറ്റുമുള്ളതായ ഈ സഞ്ചാരം അതൊന്ന് കുറഞ്ഞു പോയാൽ നാം ഉദ്ദേശിക്കുന്ന വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും നമുക്ക് ലഭിക്കത്തില്ല. എല്ലാ തീപിതാക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരു ജാലകനുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ദൈവം എന്ന് വിളിക്കും. എന്നാൽ നയനനേത്രങ്ങൾക്കകത്ത് ഒതുങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് കുശാഗ്രബുദ്ധിയല്ല, കുചേല ബുദ്ധിയാണ്. കാണാതെ എത്രയോ കാര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. കാറ്റിനെ കണ്ടിട്ടുണ്ടോ? ജീവനെ കണ്ടിട്ടുണ്ടോ? ശബ്ദത്തെ കണ്ടിട്ടുണ്ടോ? വൈദ്യുതിയെ കണ്ടിട്ടുണ്ടോ? കാണാതെ വിശ്വസിക്കുന്നില്ലേ? എന്തുകൊണ്ട്? അതിൻ്റെ ചലനം കൊണ്ട്. അതുപോലെ യഹ്ലാണ്ടത്തിൻ്റെ സജ്ജീകരണം കണ്ട് ദൈവത്തെ വിശ്വസിക്കണ്ടേ? ബൈബിൾ പ്രഖ്യാപിക്കുന്നു. സങ്കീർത്തനം 19 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനം 8 ദൈവമേ, നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് 1961 ഏപ്രിൽ 12 ആദ്യമായി ബഹിരാകാശ യാത്ര ചെയ്ത യൂറി ഗഗാറിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് 2800 കിലോമീറ്റർ ഉയരത്തിൽ പോയി മടങ്ങി വന്നപ്പോൾ സോവിയറ്റ് റഷ്യയിലെ സ്റ്റാലിൻ പറഞ്ഞു ദൈവത്തെ കീഴടക്കി. ദൈവം മരിച്ചു. ഞങ്ങൾ പറയുന്ന അന്ധവിശ്വാസത്തിലെ ദൈവമാണ് മരിച്ചത്. സാക്ഷാൽ സൃഷ്ടാവായ ദൈവം അല്ല. 1969 ജൂലൈ 20 അമേരിക്കയിലെ നീൽ ആംസ്ട്രോങ്, ആൾഡിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തി കാർ ഓടിച്ച് കല്ലും മണ്ണും വാരി തിരിച്ചു വന്ന് അവിടെ വച്ച് അവർ ഉച്ചരിച്ചൊരു വാക്യമുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ച, സയൻസിൻ്റെ വളർച്ച, മനുഷ്യൻ ചന്ദ്രനിലെത്തുവാൻ കഴിഞ്ഞു. പക്ഷേ അവർ ഉച്ചരിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ്. ഈ നാളുകളിൽ ബഹിരാകാശ യാത്ര ചെയ്ത് തിരിച്ചു വന്നവർ വെളിപ്പെടുത്തിയത് കർത്താവിൻ്റെ മഹത്വമാണ്. എന്താണ് കാരണം? ശാസ്ത്രം ഞങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രത്തെ എപ്പോഴും ബൈബിൾ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു. ഇന്നേക്ക് 1950 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ വെളിപ്പെടുത്തി. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, സകലതും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കും. ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ വെളിപ്പെടുത്തി. ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിൽ വിരിച്ചിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കും. 28-ാം അധ്യായം 5-ാമത്തെ വാക്യം,
ഭൂമിയിൽ നിന്ന് ആഹാരം ഉളവാകുന്നു, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. എന്നാൽ പ്രിയരെ, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഭൂമിയുടെ നിലനിൽപ്പിനെ ഇത്രയും വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടും ഈ സൃഷ്ടാവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ഇത് കുചേലബുദ്ധിയാണ്. ത്രിമാന വസ്തുക്കൾക്ക് അധീനനായ മനുഷ്യൻ, ത്രിമാന വസ്തുക്കൾക്ക് അതീതനായ ദൈവത്തെ കണ്ട് വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും യുക്തിക്ക് യോഗ്യമാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിപ്പിൻ. ബൈബിൾ സങ്കീർത്തനം 14, സങ്കീർത്തനം 53 പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. അവർ വിജ്ഞാനികളെന്ന് അവകാശപ്പെടുന്നവരാണ് കേട്ടോ. ഇവരൊക്കെ സാധാരണക്കാരല്ല, വലിയ വിജ്ഞാനികളാണ്. ഒരു ഉദാഹരണം പറയട്ടെ. കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ സാരഥിയാണല്ലോ രവിചന്ദ്രൻ സാർ. അദ്ദേഹം ഈ നാളുകളിൽ പറഞ്ഞൊരു കഥ ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഒരു സഹായകൻ്റെ ആവശ്യം മനുഷ്യനില്ല. മൃഗങ്ങൾക്കില്ലാതിരിക്കുന്നത് പോലെ മനുഷ്യനും ആവശ്യമില്ല. ഒരാന ഒരു കുഴിയിൽ വീണാൽ അതവിടെ കിടന്ന് കൈയിട്ടടിക്കുന്നു, കാലിട്ടടിക്കുന്നു, കൈകാലുകൾ ഒടിയുന്നു. അല്പം കഴിയുമ്പോൾ 4 or 5 ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. അതുപോലെ ഒരു മനുഷ്യൻ ഒരു കുഴിക്കകത്ത് വീണാൽ അവൻ കൈയിട്ടടിക്കുന്നു, കാലിട്ടടിക്കുന്നു, നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരുമില്ലാതെ വന്നാൽ അവനും മരിച്ചു പോകും. ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ ജീവിത ഭാഗവതയെ അവൻ ജനിക്കും മുമ്പ് എഴുതി വെച്ചൊരു സൃഷ്ടാവുണ്ട്. അവൻ ആ കുഴിയിൽ കിടന്ന് മരിക്കണമെന്നുള്ളതാണ് സൃഷ്ടാവിൻ്റെ ഹിതമെങ്കിൽ, അതിനുള്ള സമയവുമായെങ്കിൽ നിശ്ചയമായിട്ട് അവൻ അവിടെ കിടന്ന് മരിക്കും. അതിനുള്ള സമയമായിട്ടില്ല എങ്കിൽ, സൃഷ്ടാവിനെ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവ് ഇറങ്ങി വരത്തില്ല. പക്ഷേ സൃഷ്ടാവ് മറ്റൊരു സൃഷ്ടിയെ അഥവാ ഒരു മനുഷ്യക്കരത്തെ അവിടെ എത്തിക്കും. അതാണ് ഞങ്ങൾക്ക് ഈ ദൈവത്തിലുള്ള വിശ്വാസം. അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം. ഈ തലമുറയോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹത്തിന് ഒരു കാലത്ത് കണക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും. കാരണം ഈ തലമുറ ദൈവഭയമില്ലാതെ മദ്യപാനികളും മയക്കുമരുന്നിനും കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും ഒക്കെ അടിമപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബുദ്ധിമണ്ഡലത്തിൽ സ്നേഹിക്കാനും ദൈവത്തെ ഭയപ്പെടുവാനുമുള്ള ഒരു ചിന്ത നിങ്ങൾ കൊടുത്താൽ ഒരു പക്ഷേ ഇനിയുള്ള തലമുറയ്ക്ക് സാക്ഷാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സകലരോടും ഞാൻ പറയട്ടെ, അഖിലാണ്ടകാരകനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ ഹിതം ചെയ്യാൻ. നമ്മളിനി ചന്ദ്രനിൽ ചെന്നിരിക്കട്ടെ, വ്യാഴത്തിൽ ചെന്നിരിക്കട്ടെ, ചൊവ്വായിൽ ചെന്നിരിക്കട്ടെ, ഏതൊരു ഗ്രഹത്തിൽ ചെന്നാലും നമുക്ക് താൽക്കാലികം മാത്രമേ താമസിക്കാൻ കഴിയൂ. പെർമനൻ്റായിട്ട് നമുക്കവിടെ താമസിക്കാൻ കഴിയത്തില്ല. കാരണം സങ്കീർത്തനം 115:16 പറയുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമാകും, ഭൂമിയെ അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ വാസത്തിന് വേണ്ടി നൽകിയത് ഭൂമിയെയാണ്. ഭൂമിയിൽ 60, 70, 80, 100 വയസ്സ് വരെ ജീവിച്ച് നാം പോകണം. എവിടെ പോകും? മരണം കൊണ്ട് അവസാനിക്കാത്ത അനശ്വരനായ മനുഷ്യൻ എവിടെ ചെന്നെത്തും? മൃഗതുല്യനല്ല മനുഷ്യൻ, മൃഗങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് മനുഷ്യൻ. മനുഷ്യനിൽ മാത്രം ദൈവത്തിൻ്റെ ജീവശ്വാസം കുടികൊള്ളും. മനുഷ്യനിൽ മാത്രം ആത്മാവ് കുടികൊള്ളും. ഈ ആത്മാവ് അനശ്വരമാണ്, നശിച്ചു പോകാത്ത ആത്മാവ്. നിത്യനാശമെന്ന ശിക്ഷാവിധിയിലോ ദൈവമൊരുക്കുന്ന നിത്യസ്വർഗത്തിലോ ചെന്നെത്തണം. പ്രിയരെ, ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ബുദ്ധിയോടെ, ഇച്ഛയോടെ, സ്വാതന്ത്ര്യത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം നിർത്തി. എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഇന്നും ദൈവത്തെ തള്ളിയിട്ട് നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും അടിസ്ഥാനമിടുന്ന മനുഷ്യൻ അന്നും ദൈവത്തെ തള്ളി പാപത്തെ സ്നേഹിച്ചു. കാരണം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ, തള്ളാൻ മനസ്സില്ലാത്ത ദൈവം അവനെ തിരിച്ചു വരുത്താൻ വേണ്ടി ചെയ്ത ഏക രക്ഷയുടെ പദ്ധതിയാണ് ദൈവം വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 14:9-10 വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും എൻ്റേതല്ല, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, ഞാനും പിതാവും ഒന്നാകും. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകും. അഥവാ ദൈവവും താനും ഒന്നാണ്. ഒന്നാകും എന്നല്ല പറഞ്ഞു, ഒന്ന് ആകുന്നു. അഥവാ ദൈവം വേഷത്തിൽ മനുഷ്യനായിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. യേശു മതസ്ഥാപകനല്ല. യേശു ഏതെങ്കിലും ഒരു മാർഗത്തെ, ഏതെങ്കിലും ഒരു വിവാഹത്തെ തെരഞ്ഞു വന്നവനുമല്ല. യേശു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രധാനിയുമല്ല. യേശു സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മുമ്പിൽ ഒതുങ്ങത്തക്ക രൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി. ഈ കർത്താവിനെ ഒരുവൻ അകത്തളത്തിൽ അംഗീകരിക്കുമ്പോൾ സ്നേഹം എന്തെന്ന് തിരിച്ചറിയുന്നു. സ്വസ്നേഹികളെ, സ്വസഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നു. സ്വസ്നേഹം വിട്ട് സ്വവർഗത്തെ സ്നേഹിക്കാൻ അവൻ പഠിക്കുന്നു. കാരണം ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹം മനുഷ്യനിൽ കുടികൊള്ളണം. അത് വേണമെങ്കിൽ ഈ തലമുറ ഇനി ദൈവത്തിൽ ആശ്രയിച്ചേ തീരും. ദൈവത്തിന് മാത്രമേ മനുഷ്യൻ രക്ഷിക്കാൻ കഴിയൂ. മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതം ഉണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മനുഷ്യൻ. തെളിവ്, പാലസ്തീനിൽ ചെന്നാൽ
അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ബോർഡോടുകൂടി ഒരു കല്ലറ കാണാം. ഉലകത്തിലെ മഹാന്മാരുടെ കല്ലറകൾ ഭൂമുഖത്ത് അടഞ്ഞു കിടക്കുന്നു. തുറന്നിട്ട കല്ലറക്കുടമയായി ജീവിക്കുന്ന യേശുക്രിസ്തു മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്തി. യുക്തിവാദവും നിരീശ്വരവാദവും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധമാണെന്ന് ഓർക്കണമേ. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ന്യായവിധിയുടെ മുമ്പിൽ നിർത്തുവാനും നരകാഗ്നിയിലേക്ക് കൊണ്ട് പതിപ്പിക്കുവാനും സാത്താൻ കണ്ടെത്തിയ ഏറ്റവും കുറുക്ക് വഴിയാണ് യുക്തിവാദവും നിരീശ്വരവാദവും. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും പേരിൽ ബുദ്ധിമാന്മാരെന്ന് നടിച്ചുകൊണ്ട് മണ്ഡന്മാരായി തീരുന്ന ഒരു തലമുറ മൂഢന്മാരായി. അതിനാൽ ഈ നാളുകളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാർ നോക്കും. നിങ്ങൾ ബുദ്ധിമാന്മാരായി മാറുവാൻ, സാക്ഷാൽ ദൈവത്തെ തിരിച്ചറിയുവാൻ ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു ദൈവം ഉണ്ടോ? ഉണ്ട്. സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ട്. ആരാണ് ആ ദൈവം? ആ ദൈവം ക്രിസ്തുവിൽ വെളിപ്പെട്ടു, അഥവാ വേഷത്തിൽ മനുഷ്യനായി വന്നു കർത്താവായ യേശു ക്രിസ്തു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മനുഷ്യനായി ജനിച്ചതിൽ ഒരുവനെ ദൈവമായി അംഗീകരിച്ച് ആരാധിക്കണമെങ്കിൽ യേശുവിനോളം യോഗ്യനായി ഒരുവനും പ്രപഞ്ചത്തിൽ വന്നിട്ടില്ല. ആകയാൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പാപത്തെ ഏറ്റുപറഞ്ഞു, കുറ്റത്തെ ഏറ്റുപറഞ്ഞു, കുറവുകളെ ഏറ്റുപറഞ്ഞു ദൈവത്തെ അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ നല്ലൊരു സായുജ്യം കണ്ടെത്താൻ കഴിയും. ഈ ലോകത്തിൽ പരമമായ ഒരു സമാധാന ജീവിതവും പരലോകത്തിൽ ദൈവത്തോടു കൂടിയുള്ള ഒരു നിത്യവാസവും അനുഭവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തരും. അതിന് സർവേശ്വരൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.